ഒരു പുള്ളി ഇരുന്നിട്ട് എന്താണിത് മാതാപിതാക്കളെ അന്വേഷിച്ച കൂത്ത് ഇതൊക്കെയാണോ പിള്ളേർ പഠിക്കുന്നത് പാടുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇത് ആ സാഹചര്യത്തിൽ നിന്ന് ഇരുന്നുകൊണ്ടാണ്. പിന്നെ അതിൻ്റെ മറ്റേ കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച സോഡാ സർബത്ത് ഇതെന്താണ് ഇതിന്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞിട്ട് അത് കണ്ടപ്പോ എന്നോട് ഇവിടുന്ന് തന്നെ പലരും പറയും ഇതൊക്കെയായിരുന്നു വൈകുന്ന അയാൾ പറഞ്ഞപ്പോഴാണ്. അതെ അതെ അതെ, അറിയാത്തവരെ കൂടെ അറിയിച്ച് അത് ഫേമസ് ആക്കി എനിക്ക് നന്ദിയുണ്ട്. വിനായക പാട്ട് എഴുതിയ പോലെ തന്നെ അത് തന്നെയാണ് വേണ്ടത്. കാര്യം നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയാണ് പാട്ട് എഴുതുന്നത്. ആ ഒരു ചിന്ത ഇത് സിനിമാ പാട്ടാണെന്നുള്ള വ്യക്തമായ ചിന്ത വേണം. K4 കല്യാണമായിരുന്നല്ലോ, അതിന് വിമർശനങ്ങളും ഉണ്ടായിരുന്നു. ഇത്രയും ഡ്രാസ്റ്റിക് ചേഞ്ച് കൊണ്ടുവരുമ്പോഴേ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു സൊസൈറ്റി അങ്ങനെയാണല്ലോ, അങ്ങനെ റെഡി ആവുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് ഇപ്പോൾ അതിൽ കമൻറ്റ് വരുമ്പോൾ എൻ്റെ പാട്ടുകളെല്ലാം അങ്ങനെ റിയാക്ഷൻസ് വരും. കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് പബ്ലിക് ഒപ്പീനിയൻ എഴുതുമ്പോൾ അങ്ങനെ വരും. ഇത്രയധികം പാട്ടുകൾ എഴുതുന്നു പാടുന്നു പ്രേമത്തിന്റെ സമയത്ത്. അല്ല, ഒന്ന് വെറുതെ ഉണ്ടാക്കിയ 2 പാട്ടുകൾ പ്രേമത്തിലേക്ക് ചുമ്മാ എടുത്തു. അതായിരുന്നു സീൻ കോൺട്രയും കലിപ്പും. അത് വെറുതെ ഇരുന്ന് ഉണ്ടാക്കിയതാണ്, ചുമ്മാ ജാം ചെയ്യൂലേ രാജേഷിന് ജാം. 2 തരത്തിൽ നമുക്ക് ഇപ്പൊ അപ്രൂവൽ തരുന്ന ആൾക്ക് 2 തരത്തിൽ സമീപിക്കാം. ഒന്ന് നമ്മുടെ ഈ പറഞ്ഞ അവർക്ക് അത്യാവശ്യം അതിനെപ്പറ്റി വിവരം ഉണ്ടെങ്കിൽ അവർക്കൊരു നമ്മളെ ഒരു കൊളാബറേറ്റീവ് എഫേർട്ട് ഡിസ്കഷൻ അവിടെ വെക്കാം. അറിയില്ലെങ്കിൽ അറിയാമെന്നറിഞ്ഞാൽ അറിയില്ലെന്നറിഞ്ഞാൽ മതി. അറിയില്ലെന്നറിയില്ലെങ്കിൽ പ്രശ്നം. അറിയില്ലാത്തവരാണ് കൂടുതലും ശരിക്കും പറഞ്ഞു. അതേപോലെ അനിരുദ്ധിനെ ടറ്റ മറ്റേ മൈക്കിൾ ഫാത്തിമയിൽ യൂസ് ചെയ്തത്. അതെ അതെ അതെ, ഇത് നമുക്ക് ഭയങ്കര പാടാണ്. ഒന്നാമത് ഈ സൂപ്പർ സ്റ്റാർ സിംഗേഴ്സ് വരുമ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ നമുക്ക് 500 ടേക്ക് ഒന്നും എടുപ്പിക്കാൻ പറ്റില്ല. കിട്ടുന്നതുകൊണ്ട് ഓടിക്കോളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഒരു മിനിമം പരിപാടി നമുക്ക് കിട്ടുന്നത് ഒക്കെ ചെയ്തെടുക്കുക എന്നുള്ളൂ. ഞാൻ മറ്റേ തുടക്കം മാംഗല്യം എഴുതിയപ്പോഴും ഇതൊക്കെ കേട്ടോ. അതെ അതെ, തുടക്കം മാംഗല്യം എന്താ അതിന്റെ അർത്ഥം എന്നൊക്കെ നമ്മൾ അത് ആ സിനിമയ്ക്ക് വേണ്ടി എഴുതല്ലേ എന്നുള്ള. ഈ തുടക്കം മാംഗല്യം പാടുന്നവർക്ക് അറിയില്ല അതിന്റെ എന്താ അതിന്റെ മീനിങ് പറഞ്ഞേക്കണെന്നുള്ളത്. പക്ഷെ അത് പലപ്പോഴും കല്യാണ സ്ഥലങ്ങളിൽ പാടുമ്പോൾ ഞാനത് ഇത് അറിഞ്ഞിട്ടാണോ പാടുന്നത്, എന്താ ഈ പാടുന്നത് എന്നുള്ളത് അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ശ്രീകൃഷ്ണ ജയന്തിക്ക് ഞാൻ അവിടെ വീട്ടിൽ പോയപ്പോഴാണ് പറയുന്നത്, ഇവിടുത്തെ മറ്റേ സ്പീക്കറുകളിലും സ്പീക്കർ വെച്ച് വന്ന വണ്ടികളിലൊക്കെ കൃഷ്ണ 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 കോമഡി പാട്ടാണ്, ഇതല്ല ഉദ്ദേശിച്ചിരിക്കണെന്നൊക്കെ. 5 ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കറും സമ്മാനം. ജിഞ്ചർ മീഡിയ ഓണം സ്പെഷ്യൽ പാട്ടിനൊപ്പത്തിൽ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മലയാള സിനിമയിലെ മുൻനിര ഗാനരചയിതാക്കളിൽ 4 പേരാണ്. സന്തോഷ് വർമ്മ, സുഹൈൽ കോയ, നമസ്കാരം, ശബരീഷ് വർമ്മ ആൻഡ് വിനായക് ശശികുമാർ. വെൽക്കം. താങ്ക് യു. കുറെ കാലമായിട്ടുള്ളൊരു പ്ലാനാണ്. ഇപ്പോഴും എല്ലാവരും ഒന്നിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു 4 പേര് അല്ലേ, മനു മഞ്ജിത്തും VK ഹരിനാരായണനും പ്രത്യേക സാഹചര്യത്തിൽ വരാൻ പറ്റിയില്ല എന്ന് മാത്രം. നിങ്ങളുടെ ഒരു കോംബോ ഞാൻ കണ്ടിട്ടില്ല, മുന്നേ ഉണ്ടായിട്ടില്ലല്ലോ അങ്ങനെ. ഇതുപോലെ അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടായിട്ടില്ല, ആദ്യമായിട്ടുണ്ടാകും. പല സാഹചര്യം ഞാൻ സുഹൈലിനെ ആദ്യമായിട്ട് കാണുന്നത്, അതിനെ കാണുന്നത് സന്തോഷമായിട്ടിനെ അറിയാം. വാഴ, പിന്നെ ഭരതനാട്യത്തിൽ പാടി മനു മഞ്ജിത്തിന്റെ ലിറിക്സ് അല്ലേ. ഞാൻ മനുവിന്റെ പാട്ട്, വേറൊരാൾ എഴുതിയ പാട്ടുകൾ മനുവിന്റെ മാത്രമേ പാടിയിട്ടുള്ളൂ. ഒന്ന് അത്, പിന്നെ മഞ്ഞപ്പടാന്ന് പറഞ്ഞ എന്റെ പാട്ട് പാടിയില്ല. നേരത്തില് ഫസ്റ്റ് അത് പാടേണ്ടി വന്നതാണ്. എനിക്ക് സന്തോഷയുടെ ലിറിക്സ് അയച്ചു തന്നിട്ട് അൽഫോൺസും രാജേഷും ചോദിക്കണേ ഇതെന്താണെന്ന് വായിച്ചാൽ മനസ്സിലാക്കിയത്. അപ്പൊ ഞാൻ തക ചുവടടി താളപൂട് തകൃതിയിലട്ടപ്പുകൾ ഉറപ്പിച്ച് കലി പടപടി ഉറപ്പിച്ചിടണം ജഗത്തിന്റെ കൂടി പറത്തിയിടണം. ഇത് നല്ല രസമുണ്ടെന്ന് പറഞ്ഞപ്പോ കൊള്ളാല്ല, എന്നാ നീ തന്നെ അങ്ങോട്ട് പാടിക്കുന്നു. അങ്ങനെ പാട്ടുകാരനായിരുന്നു. അങ്ങനെയാണ് എഴുത്തുകാരനാവുന്നത്. ഞാൻ ഒരിക്കലും സിനിമയിൽ എഴുതുന്നു എന്ന് വിചാരിച്ചിട്ടില്ല. കാരണം ഇവരൊക്കെ എൻ്റെ ഒരു അകന്ന ബന്ധുവാണ്. അതിനേക്കാൾ കൂടുതൽ എൻ്റെ ചേട്ടന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് സന്തോഷ് ചേട്ടൻ. ഞങ്ങൾ ഒരു റോഡിനപ്പുറം ഇപ്പുറമാണ്. അങ്ങനെ സിനിമയിൽ വരുന്നോണ്ട് ചെറുപ്പം തൊട്ടേ ഇവരൊക്കെ കാണുന്നതല്ലേ, അപ്പൊ അതുണ്ട്. അപ്പൊ അങ്ങനെ കുറെ പേര് കുടുംബത്തിലുള്ളത് കൊണ്ട് അങ്ങനെ പാട്ടെഴുത്തുന്നുള്ളത് വഴി കൂടി പോയപ്പോ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ പാർട്ട് ടൈം എഴുത്തുകാരനായിട്ട് ഞാൻ കരുതുന്നുള്ളൂ. എന്നെ മെയിൻ സ്ട്രീം എഴുത്തുകാരാണ് ഇവരൊക്കെ. വിക്കിപീഡിയക്ക് അറിയില്ലല്ലോ കാര്യങ്ങൾ. വിക്കിപീഡിയയിൽ ഞാനില്ല. ഇല്ലേ? വിക്കിപീഡിയയിൽ ഞാനില്ല എന്ന് വിളിച്ച് അറിയിച്ചത് KL മൗലമാന. KL മൗലമാന നിന്റെ പേര് കാണാനില്ല, ഉടനെ നീ ചെയ്യണം എന്നൊക്കെ ഞാനെന്ത് ചെയ്യാനാ. പുതിയ എല്ലാവർക്കും അതേ പറഞ്ഞ പോലെ പിന്നെ സുഹൈലിന് വരുമ്പോ പാലും പഴത്തിലെ അല്ലെ പാട്ടുണ്ട്, തങ്കലാനില് മലയാളം പാട്ടുകൾ വരുന്നുണ്ട്. എങ്ങനെയാ ഇതിന്റെയൊക്കെ കഥകളിലേക്ക് തുടങ്ങാം? ഇടിയൻ ചന്തുവില് ചേട്ടൻ എഴുതിയിട്ടില്ലേ? അടുത്തിറങ്ങിയ ഒരു 4 പടങ്ങൾ കഴിഞ്ഞില്ലേ? അതൊക്കെ ഇറങ്ങിയിട്ടുള്ളൂ. സമാധാന പുസ്തകം, പഞ്ചായത്ത് ചട്ടി, രഞ്ജിന്റെ തങ്കലാനിലേക്ക് എങ്ങനെയാ വരുന്നത് മലയാളം എഴുതാൻ?
തങ്കലാനിലേക്ക് ഞാനിപ്പോൾ അടുത്ത കാലത്ത് കുറേ ഇങ്ങനെ ഡബ്ബിങ് പടങ്ങൾ വരാറുണ്ട്. അത് നമ്മുടെ കുറേ കണക്ഷൻസ് വെച്ചിട്ട് ഇങ്ങനെ സ്ഥിരം കുറേ വരും. അങ്ങനെ വന്നു പെട്ടൊരു പടം അത്രേ ഉള്ളൂ. അപ്പം അത് തമിഴായിരുന്നു, ചിലത് ലിപ്പുള്ള പാട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൽ എഴുതി. K4 കല്യാണമായിരുന്നല്ലോ ആഘോഷിച്ചുകൊണ്ടിരുന്നത്. അത് ഭയങ്കര ഒരു വ്യത്യാസമുള്ള ഒരു പാട്ടും തന്നെയായിരുന്നു. അതിന് വിമർശനങ്ങളും ഉണ്ടായിരുന്നു. അയ്യോ അത് അല്ല, അങ്ങനെ നമ്മളിപ്പം അത്രയും ഡ്രാസ്റ്റിക് ചേഞ്ച് കൊണ്ടുവരുമ്പോഴേ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു സൊസൈറ്റി അങ്ങനെയാണല്ലോ, അങ്ങനെ റെഡി ആവുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രേ ഉള്ളൂ. അപ്പം ഞാൻ അതിന് ഇപ്പം അതിൽ കമൻറ്റ് വരുമ്പോൾ എൻ്റെ പാട്ടുകളെല്ലാം അങ്ങനെ എക്സ്ട്രീം റിയാക്ഷൻസ് കിട്ടും. ചിലരൊരു അടിപൊളിയാണ്, ചിലർ കൂറയെന്ന് പറയും. അപ്പം അത് ഞാൻ വിചാരിക്കുന്നത് ഇറ്റ്സ് എ ഗുഡ് തിങ്. സ്ലോലി നമുക്ക് അങ്ങോട്ട് ഒരു ചേഞ്ച് ഓവർ കൊണ്ടുവരണമെങ്കിൽ അതിനും കൂടെ നമ്മൾ തയ്യാറായേ പറ്റൂ. ആ ഒരു തിക്ക് സ്കിൻ നമ്മൾ ഡെവലപ്പ് ചെയ്തേ പറ്റൂടാ. ഇത് കാരണം ഇത് അബദ്ധത്തിൽ സംഭവിക്കുന്നില്ല, ബോധപൂർവ്വം നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ബോധപൂർവ്വം എനിക്കിങ്ങനെ വേണം, എൻ്റെ പാട്ടുകൾ ഇങ്ങനെ ആവണം എന്ന് ബോധപൂർവ്വം വെച്ചിട്ട് എഴുതണത് തന്നെയാണ്. അപ്പം റിയാക്ഷൻസ് വരും, കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ്. പബ്ലിക് ഒപ്പീനിയൻ എഴുതുമ്പോൾ അങ്ങനെ വരും. ഞാൻ ഇന്നലെയാണ് മറ്റേ ഇത് കണ്ടിട്ടുണ്ട്, ഒരു പുള്ളി ഇരുന്നിട്ട് എന്താണിത് മാതാപിതാക്കളെ അന്വേഷിച്ച കൂത്ത്, ഇതൊക്കെയാണോ പിള്ളേർ പഠിക്കുന്നത് പാടുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇത്. ഞാൻ പറഞ്ഞു അതെന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് സിനിമയ്ക്ക് വേണ്ടിയാണ് എഴുതുന്നത്, നമ്മുടെ അഭിപ്രായ പ്രകടനം അല്ല എന്നുള്ളത് അവരും ഓർക്കുന്നില്ല. നമ്മൾ കവിതയായിട്ട് പബ്ലിഷ് ചെയ്യലല്ലോ. അതെ, അതാണ് ഇത്. ഇതെന്ന് വെച്ചാൽ നമ്മൾ നിർബന്ധിതമായിട്ട് ഒരു സമയത്തിനുള്ളിൽ നമ്മളൊരു സിനിമയ്ക്ക് വേണ്ടി അതിന് സിറ്റുവേഷന് വേണ്ടിയിട്ട് പാട്ടിൽ എഴുതുകയാണ്. അത് പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ സിറ്റുവേഷൻസ് ഒരുപാട് വ്യത്യസ്തമാണ്. സിറ്റുവേഷൻസ് പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പഴയ പാട്ടിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു ലവ് സോങ്, ഒരു വിരഹ സോങ്, ഒരു തമാശ പാട്ട്, ഇത്രേ കാറ്റഗറി ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ സിറ്റുവേഷൻസ് തന്നെ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. കഴിഞ്ഞാൽ വല്ലാതെ ഇപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൽ തന്നെ ഞാൻ പറയാം, ഞാൻ തവളയെക്കുറിച്ച് പാട്ട് എഴുതിയിട്ടുണ്ട്, കപ്പലണ്ടിയെ കുറിച്ച് പാട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം ഇതൊന്നും മുൻപിലൊക്കെ എഴുതേണ്ടി വന്നിട്ടില്ല. ചേട്ടന്റെ മറ്റേ പാട്ട് അത് അതൊക്കെ ഇതൊക്കെ അപ്പൊ ആ വിഷയത്തെ കുറിച്ച് പഠിക്കേണ്ടി വരികയാണ്. അപ്പൊ ഇതെന്ത് ഇങ്ങനെ ഒരു പാട്ടെന്ന് വെച്ചാൽ ആ സിനിമയുടെ ആവശ്യമാണത്. അപ്പൊ അതുപോലെ തന്നെയാണ് വിനായകന്റെ ആ പാട്ട് ഇത്ര ഹിറ്റ്. വെറുതെ അത് ഹിറ്റാവില്ല ആ പാട്ട്, അതിന്റെ വരികളും കൂടിയാണല്ലോ അതിന്റെ. അതെ, ആ സാഹചര്യത്തിൽ നിന്ന് എഴുതുന്നതുകൊണ്ടാണ്. പിന്നെ അതിന്റെ മറ്റേ കട്ട ചോറ് കൊണ്ട് ജ്യൂസ് അടിച്ച സോഡാ സർബത്ത്, ഇതെന്താണ് ഇതിന്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞിട്ട് അത് വിനായകനെ ഷെയർ ചെയ്തായിരുന്നു, രസമായി വന്നിരുന്നത്. അത് കണ്ടപ്പോ എന്നോട് ഇവിടുന്ന് തന്നെ പലരും പറയും ഇതൊക്കെയായിരുന്നു വരി എന്ന് അയാൾ പറഞ്ഞപ്പോഴാണ്. അതെ, അറിയാത്തവരെ കൂടെ അറിയിച്ച് അത് ഫേമസ് ആക്കി എനിക്ക് നന്ദിയുണ്ട്. ഇത്രയും ഉണ്ടായിരുന്നു അതിന്റെ അകത്ത് പണി എന്നുള്ളത് അറിയിച്ചാല്. പിന്നെ ഇപ്പം വാഴയില എയ്ബനാനയും നുണക്കുഴിയിലും പാട്ടുണ്ട്. എയ്ബനാനയും ഈ K4 ഒക്കെ പോലെ ഒരു വെറൈറ്റി. അതെ, ഏബനാനെ ഞാൻ റാപ്പ് ലിറിക്സ് പിന്നെ ഒരു ലിറിക്കൽ സൂപ്പർവിഷനേ ഉള്ളൂ. മൊത്തത്തിൽ എൻ്റെ വരികളല്ല, എല്ലാവരും കൂടെ അവർ ജാം ചെയ്ത വരികളാണ്. അപ്പോൾ അതിൽ ഞാൻ ചുമ്മാ പോയിരുന്നു അപ്രൂവൽ കൊടുത്തു, അതിനുവേണ്ടി വന്നതാണ്. അതിനകത്ത് വേറൊരു പാട്ടാണ് ശരിക്കും ഞാൻ എഴുതിയിട്ടുള്ളത്, തൊട്ടാവാടി എന്ന് പറഞ്ഞൊരു പാട്ട്. അപ്പം ലവ് സോങ് ആണ്, കോമഡി ലവ് സോങ്. അത് ഇറങ്ങാനുണ്ട്. നുണക്കുഴിയിൽ 2 പാട്ടുകൾ ഇറങ്ങി. അവൻ പ്രോമിസിംഗ് ആണ്. ഇലക്ട്രോണിക് കുറെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഒരുമിച്ച് ചെയ്തതാണ് വാഴ. അങ്കിത്ത് എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത ഒരു പ്രൊജക്റ്റാണ്. പാർവതീഷ് ഒക്കെ അത് മറ്റേ വട്ടയപ്പത്തിലൊക്കെ ഡെപ്സി കമ്പൈൻ ചെയ്ത് പാടി അതേക്കെ പോലെ അല്ലേ. കുറെ കൊളാബുകളുടെ കാലമാണ് ഇപ്പൊ. കൊളാബ് ചെയ്യുമ്പോ ഒരു രസമുണ്ട് അല്ലേ, മൊത്തം വർക്ക് ചെയ്യുമ്പോൾ. എങ്ങനെയാ സൗഹൃദത്തിൽ വർക്ക് ചെയ്യാന്ന് പറയുന്നതിന്റെ ഒരു അതിതാണ് ഈ പറഞ്ഞ ഒരാൾ കുറച്ച് ഇൻപുട്സ് തരും, വേറൊരാൾ വേറെ തരും. കോമൺ ആയിട്ട് എല്ലാവർക്കും ഓക്കെ ആണെന്ന് തോന്നുന്നത് അപ്രൂവ് ആവും. അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ്സാണ് പലപ്പോഴും നടക്കുന്നത്. പിന്നെ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു സാധനം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് വിട്ടുവീഴ്ചകൾക്ക് എല്ലാവരും തയ്യാറാവുകയും ചെയ്യും. സുഹൈൽ തുടങ്ങുന്നത് മോസയിലെ കുതിരവീനുകളല്ലേ, പിന്നീടാണോ ഈ ഒരു സൗഹൃദങ്ങളൊക്കെ ഉണ്ടായി വന്നത്? അതെ, എനിക്ക് സിനിമയിൽ അങ്ങനെ ടച്ച് ഒന്നുമില്ല. മോസയിലെ കുതിരവീൻ അജിത് പിള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്തായിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് ഡൽഹിയിൽ കുറച്ച് നാൾ പഠിക്കാൻ നിൽക്കുന്ന സമയത്ത് അപ്പം ഇങ്ങനെ ഉറുദു പരിപാടിയൊക്കെ ഇച്ചിരിയൊക്കെ അറിയാം. അപ്പം അങ്ങനെ ഒരു ഉറുദു മലയാളം മിക്സ് ചെയ്ത് ഒരു സോങ് എഴുതാമെന്ന് പ്രശാന്ത് ചോദിച്ചു. അങ്ങനെ എഴുതി കൊടുത്തു. അത് സിനിമയായിട്ട് ബന്ധമൊന്നുമില്ല, അങ്ങനെ എഴുതി കൊടുത്തു. പിന്നെ അതങ്ങനെ പോയി. പിന്നെ ഈ തണ്ണീർമത്തം വന്നപ്പോഴാണ് ഇതിലേക്ക് ജാതിക്കാത്തോട്ടത്തിലാണല്ലേ എസ്റ്റാബ്ലിഷ് ആയത്. അത് എത്ര കാലം പാടി നടന്നു, ഇപ്പോഴും വീണ്ടും കേട്ടോണ്ടിരിക്കുന്ന ഒരു പാട്ട് തന്നെയാണ്. പക്ഷെ ഒരു ഗാനരചയിതാവണം എന്ന് എവിടെയും ആഗ്രഹിച്ചിട്ടില്ലേ? അല്ല, ആഗ്രഹിച്ചിട്ടില്ലേന്ന് വെച്ചാൽ ഒരു എഴുത്തിനോടൊരു ഭ്രമം ഉണ്ടായിരുന്നു, അത് ഇഷ്ടമാണ്. പക്ഷെ നമ്മളുടെ എൻ്റെ രീതികൾ ഇപ്പം ഞാൻ ഒരു തീരെ അങ്ങനത്തെ ഒരു ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ടിലൊന്നും ഫാമിലിയിൽ പോലും ആരുമില്ല. അപ്പം ഇങ്ങനെ ഞാൻ എപ്പോഴും വിചാരിക്കും, ഇങ്ങനെ നമുക്ക് നോക്കിക്കാണാൻ ആരുമില്ലാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മേഖലയെ അല്ല എന്നൊരു തോന്നൽ സ്വയം ഉണ്ടാവും. നമ്മുടെ മേഖല അല്ലാതെ അതായിരിക്കില്ല എന്നൊരു തോന്നൽ വരും. അപ്പോൾ ആ തോന്നലിൽ നമ്മളൊന്നും ട്രൈ ചെയ്യില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ ട്രൈ ചെയ്യില്ല. അപ്പോൾ
അത് ഞാനിപ്പോൾ ഇപ്പോൾ ഇത് കേൾക്കുന്ന ഏതെങ്കിലും കുട്ടികൾ ഇങ്ങനെ അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്തവർ ഒന്നും അവർക്കും കൂടെ ഒരു ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പം പക്ഷെ അതല്ല സാധനം, നമ്മൾ എല്ലാവർക്കും അവരവരുടെ വ്യക്തിത്വത്തിൽ പറയാനുള്ള സൗണ്ട് ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും ഓക്കെ ഇതേ മാതൃകകളെ പിൻപറ്റുക, അതില്ല, അത് വേണ്ട കാര്യമില്ല. മറിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മുടേതായ വൊക്കാബുലറിയിൽ നമ്മളുടേതായ ലാംഗ്വേജിൽ ഉറപ്പായിട്ടും പറയാം. അതിനുള്ള സ്പേസ് ഉണ്ട്. ഇന്ന് ഇത്രയും പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായ സ്ഥിതിക്ക് അതുണ്ട്. ഒരു കാലത്ത് അതുണ്ടായിരുന്നില്ല. ഇപ്പം പണ്ട് ഒരു ദൂരദർശൻ്റെയോ അല്ലെങ്കിൽ ഒരു ആകാശവാണിയുടെയോ പ്രോഗ്രാം മാനേജരാണ് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ് സക്സസ് ആവേണ്ടത്. കാരണം അവിടെ തീരും. അയാളുമായിട്ടൊരു കലിപ്പായാൽ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഫ്യൂച്ചറേ ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഒരു സമയത്ത് നമ്മുടെ കലാകാരന്മാർ സ്ട്രഗിൾ. ഇന്നതല്ല, നമുക്ക് ഇൻഡിപെൻഡൻ്റ് വരാം, ഡയറക്റ്റ് റെക്കോർഡ് ചെയ്തിടാം, ചുമ്മാ ഷെയർ ചെയ്തിടാം. അത്രയും ഡെമോക്രാറ്റിക്കായ ഒരു പരിസ്ഥിതിയിലാണ് കലയുടെ ഇതുണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവരുടെ സൗണ്ട് പറയാനുണ്ട്. അപ്പം ആ ഒരു കോൺഫിഡൻസ് ആണ് എനിക്ക് എഴുതാൻ കിട്ടിയത്. അത് കറക്റ്റാണോന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ വിചാരിക്കുന്ന അതിന് ലിറ്ററേച്ചർ എന്തുമാത്രം ഉണ്ട് അല്ലെങ്കിൽ ക്രാഫ്റ്റ് എന്തുമാത്രം ഉണ്ട് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഡിബേറ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് പുതിയ തലമുറയുടെ ഒരു സൗണ്ട് എന്താണ്, നമ്മുടെ പരിസരം എന്താണ്, അവിടെ റൊമാൻസ് നടക്കുന്ന പരിസരം എന്താണ്, ഫ്രണ്ട്ഷിപ്പ് നടക്കുന്ന പരിസരം എന്താണ് എന്നുള്ളൊരു ബോധമുണ്ടല്ലോ. അത് ഒരിക്കലും പഴയ പോലെ പാടത്തിൻ്റെ കരയിലോ കായൽക്കരയിലോ ഒന്നും അല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ പുതിയ തലമുറയുടെ സ്ഥലങ്ങൾ വേറെ കുറേ സ്ഥലങ്ങളായിരിക്കും. മൾട്ടിപ്ലക്സിലായിരിക്കും, അല്ലെ മോളിലായിരിക്കും, തെരുവിലായിരിക്കും, അങ്ങനെയുള്ളൊരു മൊബൈലിലായിരിക്കും, കാറിലായിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ഇച്ചിരി റൊമാൻറ്റിസൈസ് ചെയ്ത് അതൊരു രസം, അതിനെ ഒരു ഇപ്പം എന്താ പറ്റുമെന്ന് പറയാം, നമ്മൾ പുതിയതിനെ എല്ലാത്തിനും ചിലപ്പോൾ നമ്മളിങ്ങനെ അത് പുത്തൻ അതിനൊരു വില കുറച്ച് കാണുന്ന ഒരു സ്ഥലത്തുനിന്ന് മാറിയിട്ട് എങ്ങനെ നമുക്ക് അതിനെ ഇത് ക്ലാസിക് ആവുമല്ലോ. ഒരു 20 years down the line, 30 years down the line ഇത് ക്ലാസിക് ആവും. അപ്പോഴും അവർക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു സാധനം. പക്ഷെ എല്ലാ കാലത്തും പരീക്ഷണങ്ങൾക്ക് ഇല്ലേ ചേട്ടൻ മറ്റേ ചതിക്കാത്ത എന്തൂല പാട്ട് എഴുതുമ്പോഴും ലവ് ലെറ്റർ അല്ലേ, ലവ് ലെറ്റർ എഴുതുമ്പോഴും ഒരു വിമർശനം ഒന്നുണ്ടായിരുന്നു. ഉണ്ടാവും കാര്യം നമ്മളതിനെ കുറിച്ച് ഇതാണോ എന്നറിയില്ല. പുതിയ എപ്പോഴും പഴയതിനോട് മലയാളിക്ക് എപ്പോഴും ഒരു അല്ല നമ്മള് അതെന്ന് വെച്ചാൽ സിനിമയിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന സിറ്റുവേഷൻസ് പലതല്ലേ എന്താണെങ്കിലും. അപ്പോൾ ആ സിറ്റുവേഷൻ ഇപ്പോൾ സുഹൈലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ വിനായക പാട്ട് എഴുതിയ പോലെ തന്നെ അത് തന്നെയാണ് വേണ്ടത്. കാര്യം നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയാണ് പാട്ട് എഴുതുന്നത്, അത് സാധാരണക്കാരന് വേണ്ടിയാണ്. ആ ഒരു ചിന്ത, ഇത് സിനിമാ പാട്ടാണെന്നുള്ള വ്യക്തമായ ചിന്ത വേണം. അല്ലാതെ നമ്മൾ പാട്ട് എഴുതിയിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാം, അത് ഞാൻ സിനിമയ്ക്ക് വേണ്ടി എഴുതിയിട്ട് കാര്യമില്ല. ആ സിറ്റുവേഷൻ അത് ഏറ്റവും യോജിച്ചതാണോ അല്ലെങ്കിൽ അല്ലയോ, അല്ലെങ്കിൽ അതെങ്ങനെ നമുക്കത് പുതിയ കാലത്തിൻ്റെ ഒരു ഇപ്പോൾ സൗണ്ടിങ് എന്ന് പറയുന്ന സംഭവം തന്നെ, അതായത് പുതിയ കാലത്തെ ചിന്തകൾ. ഇപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇപ്പോൾ തമിഴിലൊക്കെ പാട്ട് എഴുതുന്നുണ്ടല്ലോ, നമ്മൾ അവരുടെ പാട്ടിൽ പലതും കേൾക്കാറുണ്ട്. അത് വലിയ കവികളൊക്കെയാണ് ഇത് എഴുതുന്നത്. അതായത് വൈരമുത്തു സാറും വാലി സാറൊക്കെ എഴുതിയിട്ടുള്ള പല സാധനങ്ങളും നോക്കുമ്പോൾ ഇപ്പോൾ ടെലിഫോൺ മണി പോൽ സിരിപ്പ് വിളിവിള അതുപോലെ മലയാളത്തിൽ എഴുതാൻ പറ്റുമോ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മലയാളം ലാംഗ്വേജിന് വേറൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് കയറ്റിയ കല്ലുകടിയും. അപ്പോൾ ആ കല്ലുകടി ഇല്ലാതെ എഴുതാനുള്ള ശ്രമം ഞാൻ നടത്തിയിട്ടതാണ് ഡാഡി മൈ ഡാഡി. അത് ഒട്ടും കല്ലുകടിക്കില്ല. ഡാഡി മൈ ഡാഡി, മൈ സൂപ്പർ സൂപ്പർ ഡാഡി, ഹിസ് ഐ ഡി, CID, തരി പോലും ഇല്ല പേടി. അപ്പോൾ അങ്ങനെ പോകുന്ന സാധനങ്ങൾ കല്ലുകടിക്കില്ല. അതേസമയം വല്ലാതെ മുഴച്ചു നിൽക്കുന്ന വരികൾ എഴുതി കഴിഞ്ഞാൽ അത് കല്ലുകടിക്കും മലയാളത്തിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി നോക്കിക്കൊണ്ടാണ് നമ്മൾ ഇപ്പോഴത്തെ കാലത്തിന് വേണ്ടിയാണ് പാട്ട് എഴുതുന്നത്. ഇപ്പോഴത്തെ കുട്ടികളും അല്ലെങ്കിൽ ആ ഒരു യങ്സ്റ്റേഴ്സ് ആണല്ലോ കൂടുതൽ പാട്ടുകൾ കേൾക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഇതുപോലെ ഇഷ്ടംപോലെ പാട്ടിൽ ഹിറ്റാവുന്നതുകൊണ്ട്, അപ്പോൾ അത് തീർച്ചയായിട്ടും ആ സിനിമയായിട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് അത് ഹിറ്റാവുന്നത്. അല്ലെങ്കിൽ അത് നമ്മളിപ്പോൾ നമ്മൾ തന്നെ എഴുതിയ പല പാട്ടിലും ഹിറ്റാവാതെ പോകുന്നുണ്ടല്ലോ. എല്ലാവരും എഴുതുന്ന എല്ലാ പാട്ടും ഹിറ്റാവുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണം ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും കാരണങ്ങളുണ്ടാവാം. അതായത് അത് ചിലപ്പോൾ സിറ്റുവേഷനുമായിട്ട് ചേരാഞ്ഞിട്ടാണോ നമുക്ക് തന്നെ അറിയില്ല. എന്താ അതിന്റെ കാരണം അല്ലേ പറയാൻ പറ്റും. കാരണമില്ല അല്ലേ, കാരണം നമ്മൾ എഴുതുന്ന എല്ലാ പാട്ടും ഹിറ്റ് ആവുന്നുണ്ടോ? ഇല്ലല്ലോ. ചില പാട്ടിലും കയറി കൊളുത്തും. അത് അത്രയും അതുമായിട്ട് ബ്ലെൻഡ് ആയി പോകുന്നതുകൊണ്ട് തന്നെയല്ലേ. പിന്നെ സിനിമ അൾട്ടിമേറ്റ്ലി സിനിമ പാട്ട് എന്ന് പറയുമ്പോൾ സിനിമ ഒന്ന് വർക്ക് ആവണം അല്ലേ. ഉറപ്പായിട്ട് ഇപ്പം കൂടുതലായിട്ട് ഇപ്പം സിനിമയുടെ സക്സസുമായിട്ട് സോങ്ങിന്റെ സക്സസ് ഭയങ്കര ബന്ധപ്പെട്ടു. പണ്ട് കാസറ്റ് സിനിമയ്ക്ക് ഒരുപാട് മുന്നേ എന്ന് മാത്രമല്ല ഞാൻ പറയാം, ഇപ്പൊ നമ്മുടെ പഴയ കാലത്ത് ഇപ്പൊ എന്റെയൊക്കെ ചെറുപ്പകാലത്ത് എനിക്കൊരു 10-12 വയസ്സൊക്കെ ഉള്ളപ്പോൾ ആ സമയത്താണ് ഈ കുടജാദ്രിയിലൊക്കെ ഇറങ്ങുന്നത്. ആ സിനിമ പോലും ഇല്ല, അങ്ങനെ ഒരു സിനിമയില്ല. പാട്ടുണ്ടല്ലോ അതുപോലെ നീലക്കടമ്പുകളിൽ, നീലക്കടമ്പ് പടത്തിന് വേണ്ടിയിട്ടുള്ള പാട്ടുകളായിരുന്നു. 4 പാട്ടും ഹിറ്റാണ്. നീലക്കടമ്പുകളിൽ ഇത് എന്താണ് ദീപം കയ്യിൽ സന്ധ്യാദീപം, ഇങ്ങനെ ജയകുമാർ സാർ എഴുതിയ പാട്ടുകളാണല്ലോ. എല്ലാം ഉഗ്രം പാട്ടുകളുമാണ്. ദാസേട്ടന്റെ ശബ്ദം ഏറ്റവും ബെസ്റ്റ്, മലയാളത്തിന് ഏറ്റവും നല്ല കാലം. ആ സിനിമയൊന്നും ഇല്ല. അങ്ങനെയൊക്കെ ഒരുപാട്
പാട്ടുകളുണ്ട്. അതായത് പണ്ട് വെച്ചാൽ അതിന് എനിക്ക് തോന്നുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഇന്നിപ്പോൾ നമ്മുടെ കയ്യിലാണല്ലോ മീഡിയ ഇരിക്കുന്നത്, നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാം. പണ്ട് ഈ ഷിഫ്റ്റ് ചെയ്യാനുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നില്ല. ആകെ നമ്മൾ ആകാശവാണി കൂടെ സ്ഥിരമായിട്ട് കേൾക്കുന്ന പാട്ടിൽ കേട്ട് 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 തഴമ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചില രഞ്ജിനിയൊക്കെ കേൾക്കാനിരുന്നാൽ ഈ പാട്ട് കഴിഞ്ഞാൽ ഇന്ന പാട്ട് വരും എന്ന് നമുക്ക് ഉറപ്പാണ്. അതിന് അതൊരു പാറ്റേൺ ആണ്. അത് വരെ നമ്മുടെ മനസ്സിൽ ഉറച്ചിരുന്നൊരു കാലഘട്ടമുണ്ട്. അതുപോലെ ക്ഷേത്രങ്ങളിൽ നിന്ന് ഒക്കെ കേട്ടിരുന്ന പഴയ ഇപ്പോൾ ഗംഗയാറ് പിറക്കുന്നു ഹിമവന്മലയിൽ എന്ന് പറഞ്ഞാൽ ആ കാസറ്റ് അതിന്റെ ഓർഡർ നമുക്കറിയാം ഇല്ലേ? അപ്പൊ ഇതൊക്കെ നമ്മളെ ആ കാലത്തെ സംഗീത സംസ്കാരത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ പാട്ടിൽ നമുക്ക് ഇത്രയധികം നമ്മൾ ഒരേ പാട്ട് തന്നെ കേട്ട് കേട്ട് അത് മനസ്സിൽ നമ്മൾ പിടിച്ചിരിക്കുക. പുതിയ പാട്ടുകൾ വരുന്നു പോകുന്നു. അതിനാൽ ഇത് ഇപ്പോൾ എൻ്റെ പാട്ട് കേൾക്കണോ, മറ്റൊരാളുടെ പാട്ട് കേൾക്കണോ, അല്ലെങ്കിൽ ഇന്നാൾ പാടിയ പാട്ട് കേൾക്കണോ, എപ്പം നമുക്ക് എവിടെ നോക്കിയാലും ലോകത്തെ ഏത് സംഗീതവും നമ്മുടെ വിരൽത്തുമ്പിലായി. അപ്പം അതുകൊണ്ട് ഈ നമ്മുടെ ഒരു ലാംഗ്വേജിലെ അല്ലെങ്കിൽ നമ്മൾ പെർട്ടിക്കുലർ മലയാള സിനിമ പാട്ടുകളിൽ മാത്രമായിട്ട് കേൾവി ഒതുങ്ങുന്നില്ല. അതും ഒരു പക്ഷേ ഇപ്പോഴത്തെ ഈ നമ്മൾ ഈ പറയുന്ന പോലെ കാര്യമായിരിക്കാം. ഈ പാട്ടുകൾ കൂടുതലായിട്ട് കേൾക്കുമ്പോൾ അതിനോട് നമുക്ക് ഇഷ്ടം തോന്നും. പാവേല പാട്ട് ഇപ്പൊ പാവ ഒരു ഞാൻ കണ്ടിട്ടില്ല ആ പടം, ഒരുപാട് ആള് കാണാത്ത പടം, പക്ഷെ പൊടിമീശ മുളയ്ക്കുന്ന കാലമാണ് നമുക്ക് പാവ അങ്ങനെ പ്ലേസ് ആവുന്നുണ്ട്. അത് ചില പടങ്ങളെ മേലെ ചില പാട്ടുകൾ വളരും. അതാണ് അതിന്റെ കാര്യം. ഇപ്പൊ ഇല്ലുമിനാറ്റിക്കൊപ്പമാണ് ആവേശം ഓർക്കപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആവേശം രംഗണ്ണന്റെ ഒപ്പം എക്സിസ്റ്റൻസ് ഉണ്ട്, പക്ഷേ പാട്ടുകൾക്കും കൂടെ ചേർത്ത് വായിക്കപ്പെടുന്നു. അതിനുണ്ട് രോമാഞ്ചത്തിനുണ്ട്. പ്രേമം അതുപോലെ തന്നെ മലരെ ചേർത്ത് വായിക്കുന്ന ഒരു ഇതല്ലേ. അന്ന് ഇത്രയധികം പാട്ടുകൾ എഴുതുന്നു പാടുന്നു പ്രേമത്തിന്റെ സമയത്ത് ഈ പറഞ്ഞ ഒരു ഇൻഫ്ലുവൻസ് അല്ല, ഒന്ന് വെറുതെ ഉണ്ടാക്കിയ 2 പാട്ടുകൾ പ്രേമത്തിലേക്ക് ചുമ്മാ എടുത്തു. അതായിരുന്നു സീൻ കോൺട്രയും കലിപ്പും. അത് വെറുതെ ഇരുന്ന് ഉണ്ടാക്കിയതാണെങ്കിൽ ചുമ്മാ ജാം ചെയ്യൂലേ രാജേഷ് ജാം, ചുമ്മാ ഇതൊക്കെ സിനിമയിൽ ചുമ്മാ ഒരു വരുന്നു ഒക്കെ റെക്കോർഡ് ചെയ്യുന്നു, അപ്പം അവന് ആ രസമുണ്ടല്ലോ തോന്നുന്നു, അതിൻ്റെ ഒപ്പം എന്തെങ്കിലും മ്യൂസിക് ചെയ്യുന്നു. അല്ലാണ്ട് ഇതൊക്കെ യൂസ് ചെയ്യാൻ പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും ഒന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. ഒരു പ്രേമത്തിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് ഒരു 2 വർഷം മുമ്പേ സീൻ കോൺട്രയുണ്ട്. അതെന്ത് ചെയ്യണം എന്നൊക്കെയുള്ള ചർച്ചകൾ കുറേ പോയിട്ടുണ്ട്. അങ്ങനെ കുറേ ചായ പിടിച്ച് കളഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താ നേരം സംഭവിച്ചു. നേരം കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞിട്ട് പ്രേമം എന്ന് പറഞ്ഞ പടം ഓണാകുന്നതിനും ആ സമയത്ത് വെറുതെ അൽഫോൺസ് എടുത്ത് ഇതിൻ്റെ അകത്ത് ഞാനൊരു പാട്ട് എഴുതട്ടെ എന്ന് പറഞ്ഞപ്പോൾ എഴുതിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ പ്രേമത്തിന് വേണ്ടി ആദ്യമായിട്ടാണ് ആലുവ പുഴയുടെ തീരത്ത് എന്ന് പറഞ്ഞ പാട്ട്. ആലുവ പുഴയുടെ തീരത്ത് ഒരു പല്ലവി മാത്രമേ ഉള്ളല്ലേ? അത്രേ ഉള്ളൂ. നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല? ഉണ്ടാക്കി, പക്ഷെ അത് യൂസ് ചെയ്തില്ല. അതിന്റെ ആവശ്യമില്ല. പക്ഷെ അത് ഉണ്ടാക്കിയതും അത്ര വലിയൊരു സുഖമായിട്ട് വന്നില്ല. ഞാൻ തന്നെ തൃപ്തനായിരുന്നില്ല. അല്ല, പല്ലവി മാത്രമുള്ള ഒരു പാട്ടാണ് ഇത്ര ഹിറ്റായി എന്നുള്ളത് തിരിച്ചാലേക്കും ഭയങ്കര കൗതുകമുള്ള കാര്യം. അത് നമ്മളുടെ ഇടയിൽ ആദ്യം ഹിറ്റായി. അപ്പം ഒരു പാട്ടും കൂടി എഴുതി നോക്കാൻ പറഞ്ഞു. അങ്ങനെ പതിവായി ഞാൻ എന്ന് പറഞ്ഞ പാട്ട് എഴുതി. പിന്നെ അങ്ങനെ എഴുതി 7 പാട്ടുകൾ അതിൻ്റെ അകത്ത് എഴുതി. അങ്ങനെ ഒരിക്കലും പ്ലാൻ ചെയ്തതല്ല. അങ്ങനെ പടത്തിലും ആരും പ്ലാൻ ചെയ്തിരുന്നില്ല ഇത്ര പാട്ടുകളുള്ളൊരു സിനിമ ഉണ്ടാക്കണം എന്നൊന്നുമല്ല. അതൊക്കെ സ്വാഭാവികമായി സംഭവിച്ചതാണ്. സീൻ കോൺട്ര അന്നത്തെ നമ്മളൊക്കെ യൂസ് ചെയ്ത വാക്കായിരുന്നു. ഇപ്പൊ അതില്ലല്ലോ. സീൻ കോൺട്ര ആ കാലഘട്ടത്തിന്റെ ഒരു കോളേജ് കാലത്തെ വാക്കായിരുന്നു നമ്മളൊക്കെ. അതെന്താണ്, അതൊക്കെ വളരെ യാദൃശ്ചികമായിട്ടാണ്. ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ കിച്ചുവിനെ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആകെ പ്രശ്നമാവല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ അങ്ങനെയല്ല പറയേണ്ടത്, ഇപ്പൊ സീൻ കോൺട്ര ആയി വേണം പറയുന്നത്. അതെന്ത് വാക്ക് ആദ്യമായിട്ട് കേൾക്കുന്നു. അപ്പൊ പുതിയതായിട്ട് വന്നൊരു ട്രെൻഡി വാക്കായിരുന്നു അന്നത്തെ. അപ്പൊ എഴുതിയതാ. പക്ഷെ അത് ഞാൻ അതാ പറഞ്ഞ പ്രേമത്തിന്റെ സമയത്ത് ട്രെൻഡിങ് ആയിരുന്നു. 2 വർഷം പഴയ വാക്കായിരുന്നു അത്. അപ്പം അല്ല, അതേപോലെയാണ് നമ്മളെ റിഫ്ലക്ട് ചെയ്യൂല. നമ്മൾ ജീവിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ കഥകളെ, നമ്മളെ എല്ലാത്തിനെയും, നമ്മുടെ എഴുത്തിനെയും സാഹിത്യത്തിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ. നമ്മൾ ചുറ്റും കാണുന്ന ആൾക്കാർ സംസാരിക്കുന്ന വാക്കുകളും അതെല്ലാം അറിയാണ്ട് കയറി വരുന്നതാണ്. കറക്റ്റ് മീറ്ററിൽ വന്നു കഴിഞ്ഞാൽ പാട്ട് ഹിറ്റാവും. അശുഭമംഗളകാരി അങ്ങനെ ഒരു വാക്കൊന്നും ചിന്തിക്കുക പോലും ചെയ്യാത്ത സമയം. പൊടിമകരേശ്വരി എന്താ എന്റെ അർത്ഥം? അത് കാറിനെ ഞാനൊരു ദേവിയായിട്ട് ഉപമിച്ചിട്ട് മിനി മഹാറാണി അല്ലെ. അശുഭമംഗളകാരി ആ വാക്ക് കിട്ടുന്നത് എങ്ങനെയാ? അല്ല, അതിങ്ങനെ ഉണ്ടാക്കി ഒരു കൗതുകം തോന്നിയിട്ട് ഉണ്ടാക്കി എടുക്കണം. അല്ലാതെ അങ്ങനെ ഒരു ഇതൊന്നുമില്ല. അപ്പം ഞാൻ ജസ്റ്റ് എടുത്ത് പടത്തിന് വേണ്ടിയിട്ടല്ല, ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും. അപ്പം ഞാനിങ്ങനെ അത് ഓക്കെ. അപ്പോൾ ശുഭമംഗളകാരി എന്നുള്ളൊരു വാക്കുണ്ടല്ലോ, ശുഭമംഗളകാരി. അപ്പം ഞാനതിൽ അശുഭം എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് ഞാൻ ഇതിനിങ്ങനെ ആ ഒരു കോൺട്രഡിക്ഷൻ രസമായിട്ട് തോന്നി. അപ്പം അങ്ങനെ അവൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പം പറഞ്ഞാൽ അത് കൊള്ളാം എന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ ചുമ്മാ ജാം ചെയ്യും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇതൊക്കെ വേറെ രീതിയിൽ ഉണ്ടായി വരും. ചിലപ്പോൾ 4 വരി 2 വരിയൊക്കെ ഉണ്ടാക്കി വെക്കും. പിന്നെ അതവിടെ സ്റ്റക്കാവും. ഉണ്ടായി വരുന്നതാണ്. ഞങ്ങൾ ഉണ്ടാക്കാം അല്ലേ. ഇല്ലുമിനാറ്റി എന്ന് പറഞ്ഞ പാട്ട് എഴുതാന്ന് പറഞ്ഞ് രാവിലെ എഴുന്നേക്കല്ലോ. സമയത്ത് സംഭവിക്കണം. ഇല്ലുമിനാറ്റിക്ക് വേണ്ടി വാശി പിടിച്ച നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതെ, അതുപോലെ വേറെ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു വാശി പിടിക്കും? അതിന് മുമ്പ് അതിന് ശേഷമൊക്കെ ഇഷ്ടംപോലെ വാശി പിടിക്കും. നമുക്ക് എഴുതുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു സ്പാർക്ക്, ഇത് കൊള്ളാം, ഇത്
നല്ലോണം റീച്ച് ആവും. അപ്പൊ മെലഡീസിലാവാം, അല്ലാത്ത പാട്ടുകളിലാവും. അപ്പൊ അവർക്ക് ആ സെയിം ബൾബ് കത്തിക്കൊള്ളണം എന്നില്ല. അപ്പൊ കത്തിയിലേക്ക് നമുക്ക് ആദ്യം ഒരു ഡിസപ്പോയിന്റ്മെന്റ്, അയ്യോ ഇവർക്കത് കിട്ടിയില്ലല്ലോ, ഇനിയിപ്പോ ഇവരെ എന്ത് പറഞ്ഞ് കൺവിൻസ് ചെയ്യും. അപ്പോൾ ചിലർ കൺവിൻസ്ഡ് ആവും, വെക്കും, അതിന്റെ ഗുണം ചിലപ്പോൾ പാട്ടിന് കിട്ടുകയും ചെയ്യും. അപ്പൊ ചിലർക്ക് അത് കിട്ടാത്തപ്പോ അയ്യോ നമുക്ക് പറഞ്ഞു നോക്കാം, എന്തായാലും നഷ്ടം അവരുടെ പാട്ടിന്റെയും സിനിമയുടെയും നമ്മുടെയും. അപ്പോൾ എല്ലാവരുടെയും ഈ പാട്ട് ഹിറ്റാകുമ്പോൾ എല്ലാവർക്കും ഗുണം കിട്ടുമല്ലോ, സിനിമ ഹിറ്റ് ആകുമ്പോഴും കിട്ടും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പറഞ്ഞു നോക്കുന്നതാണ്. കൺവിൻസ്ഡ് ആവാത്ത ദിവസം നമ്മൾ ഓക്കെ ശരി ആയിക്കോട്ടെ, ഇവർക്കെന്നാ മനസ്സിലാവാത്ത എന്നൊരു മനസ്സിലാവാത്തൊരു സംഭവം തോന്നും. പിന്നെ ചിലർക്കൊരു ട്രസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ രണ്ട് തരത്തിൽ നമുക്ക് ഇപ്പൊ അപ്രൂവൽ തരുന്ന ആൾക്ക് രണ്ട് തരത്തിൽ സമീപിക്കാം. ഒന്ന് നമ്മുടെ ഈ പറഞ്ഞ അവർക്ക് അത്യാവശ്യം അതിനെപ്പറ്റി വിവരം ഉണ്ടെങ്കിൽ അവർക്കൊരു നമ്മളെ ഒരു കൊളാബറേറ്റീവ് എഫേർട്ട്, ഒരു ഡിസ്കഷൻ അവിടെ വെക്കാം. ഇനിയിപ്പോൾ അതില്ല, ഇപ്പോൾ ഒരു ഡയറക്ടർ ആണെങ്കിൽ ഡയറക്ഷനിൽ ചിലപ്പോൾ പുലിയായിരിക്കും, അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫിയിൽ അദ്ദേഹം പുലിയായിരിക്കും. പക്ഷെ മ്യൂസിക്കിൽ പുള്ളിക്ക് അത്രയും അറിവില്ല എന്ന് പുള്ളിക്ക് സ്വയം അറിയാമെങ്കിൽ ഈ ടെക്നീഷ്യൻസിന് ട്രസ്റ്റ് ചെയ്യും. അപ്പോഴും നല്ല വർക്കുകൾ സംഭവിക്കും. ഇവരെ ഏൽപ്പിച്ചാൽ മതി, ഇവർ ചെയ്തോളും എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ. അറിയില്ലെങ്കിൽ അറിയാമെന്നറിഞ്ഞാൽ അറിയില്ലെന്നറിഞ്ഞാൽ മതി. അറിയില്ലെന്നറിയില്ലെങ്കിൽ പ്രശ്നം. അറിയില്ലാത്തവരാണ് കൂടുതലും ശരിക്കും വലിയ ബുദ്ധിമുട്ട്. അതുപോലെ ഇപ്പൊ ഇങ്ങനത്തെ സൗണ്ട്, ഇപ്പൊ ഇലുമിനാറ്റി പോലുള്ള പാട്ടുകൾ, അങ്ങനെയുള്ള പാട്ടുകൾക്ക് ഒരു പ്രത്യേക സൗണ്ടിങ് നിർബന്ധമാണ്. ഇത് മ്യൂസിക് ഡയറക്ടർക്ക് മനസ്സിലാവണം. എടാ ഇതിങ്ങനെ പ്രസന്റ് ചെയ്യാനൊക്കെയുള്ളൂ, അതിനൊരു പ്രത്യേക ടൈപ്പ് വോയിസ് വേണം. അതും ഭയങ്കര ഇതാണ്. നമുക്ക് മലയാളത്തിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് അത്രയും ആ വോയിസ് പാലറ്റ് അത്രയും ഇല്ല. തമിഴിൽ ഹിന്ദിയിലും ഒക്കെ നമുക്ക് എല്ലാവരെയും കിട്ടും. ഇപ്പം സുഖ്വീന്ദർ സിംഗ് മുതൽ ഇവിടെ ശ്രേയ ഘോഷൽ വരെയുള്ള ഒരു റേഞ്ച് ഓഫ് പാലറ്റ്സ് സൗണ്ട് കിട്ടും, വോയിസ് പല പല പല. ഇപ്പൊ ജസ്റ്റിനൊക്കെ സന്തോഷേട്ടനെയൊക്കെ ഉപയോഗിക്കും. ഇടയ്ക്ക് സന്തോഷേട്ടൻ പോയിട്ട് ജസ്റ്റിനൊക്കെ വേണ്ടി പാടും ചാവേറിലൊക്കെ. അപ്പൊ ഇങ്ങനെ വായിക്കും, ലൈവ് വായിക്കും. എന്നുവെച്ചാൽ അതാണ് കാരണം നമുക്ക് ആ സ്കേഴ്സിറ്റി ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കണം ആരാണ് ആ സൗണ്ട് ഏറ്റവും നല്ലോണം. സുഷിൻ ഫോർ എക്സാമ്പിൾ അതിൽ ഒരു മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ ആണ്. പുള്ളി തമിഴിൽ നിന്ന് ആളെ കൊണ്ടുവരും, എപ്പോഴും ആ സൗണ്ട് നോക്കിക്കൊണ്ടിരിക്കുക. അവിടെയാണ് ഈ ഇതിനെ പ്രസന്റ് ചെയ്യുന്നത്, ഇതിനെ പാക്കേജ് ചെയ്യുന്നത്. ഇപ്പം വിനായകൻ പറഞ്ഞ പോലെ നമ്മൾ പറയുന്ന ഈ ഐഡിയ തന്നെയാണ്. പക്ഷെ നമുക്കൊരു സോഫ്റ്റ്വെയർ ഇരുന്ന് പണിഞ്ഞ് ആ സൗണ്ടിൽ പാടി കേൾപ്പിച്ച് പ്രസന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ വാക്കിങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ പറയണേ ഇത് ഇങ്ങനെ വെക്കണം കേട്ടോ, ഇങ്ങനെ വെക്കണം എന്നൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ അത് ഡയറക്ടർക്ക് മനസ്സിലാവില്ല, മ്യൂസിക് ഡയറക്ടർക്ക് മനസ്സിലാവില്ല. എല്ലാം കൂടെ ഇത് ഇവർക്ക് ചിലർക്ക് ഇതെനിക്ക് മനസ്സിലായി, ഓക്കെ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മളെ കേൾപ്പിക്കുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ ഇതല്ലേ കറക്റ്റ്. അവിടെയാണ് ഇതിന് കളർ വരിക. കാരണം ഇതിൻ്റെ ഒരു ടെക്നിക്ക്, കാരണം നമ്മൾ കേട്ട് ശീലിച്ച പാട്ടുകളിൽ നിന്ന് മാറി ഇത്രയും റോ ആയിട്ട് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കുമ്പോഴുള്ള കല്ലുകടി ആളുകൾ ഇതിനൊരു കെട്ട് ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ സന്തോഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സന്തോഷേട്ടനാണ് ഈ ന്യൂ ഏജ് എഴുത്തിന്റെ ആദ്യത്തെ ആള്. സന്തോഷേട്ടന്റെ എഴുത്താണ് അവിടെ തുടക്കം കുറിക്കുന്നത് സാധനം. നമ്മൾ കേട്ട് വളർന്നത്. കാരണം ആ സിനിമയ്ക്ക് അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നിരുന്നു എനിക്ക് തോന്നുന്നത്. ആ ഒരു സമയത്ത് 2003 കാലം ഒരു പെട്ടെന്നൊരു ട്രാൻസ്ഫോർമേഷൻ വന്നു. സിനിമയുടെ കളേഴ്സ് മാറി. ഇപ്പൊ സ്വപ്നം ഒരു ചാക്ക് പോലെയൊക്കെ ഉള്ള സാധനങ്ങൾ കുറച്ച് കോമ്പിനേഷൻസ് അല്ലേ ഭയങ്കര രസമായിട്ടാണ്. അപ്പൊ സന്തോഷേട്ടൻ ആ വാക്കുകൾ അങ്ങനെ കണ്ടെത്തി. അതിന് ഒരു ഫോർമൽ സ്വഭാവവുമില്ല, എങ്കിലും ഒരു കവിതയുടെ അഴകുണ്ട് താനും. അവിടെ ഒരു സാധനം കിട്ടി. അപ്പൊ ഞാൻ ആദ്യം പണ്ട് സന്തോഷേട്ടൻ്റെ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നും. അത് ക്രാക്ക് ചെയ്ത് ഭയങ്കര പാടാണ്, മലയാളത്തിൽ ഭയങ്കര പാടാണ്. അത് വെരി ഏർലി ക്രാക്ക് ചെയ്ത ആളാണ്. അതേപോലെ ഇപ്പൊ അനിരുദ്ധനെ ടറ്റ മറ്റേ മൈക്കിൾ ഫാത്തിമയിൽ യൂസ് ചെയ്തത്. അതെ. ഇത് നമുക്ക് ഭയങ്കര പാടാണ്. അത് ഈ സൂപ്പർ സ്റ്റാർ സിംഗേഴ്സ് വരുമ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ നമുക്ക് 500 ടേക്ക് ഒന്നും എടുപ്പിക്കാൻ പറ്റില്ല. കിട്ടുന്നതുകൊണ്ട് ഓടിക്കോളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഒരു മിനിമം പരിപാടി നമുക്ക് കിട്ടുന്നത് ഒക്കെ ചെയ്തെടുക്കുക എന്നുള്ളൂ. ഒരു ട്രിക്കി പരിപാടിയാണ്. പക്ഷേ എല്ലാം കൂടെ ഒത്തു വരുമ്പോൾ പാട്ട് ഇതുപോലെ സൂപ്പർ ഹിറ്റ് ആവുന്നു. പിന്നെ ഇപ്പോഴത്തെ ഒരു വർഷം ഈ നേരത്തെ പറഞ്ഞ പോലെ പാട്ടിൻ്റെതായ ഒരു സ്പേസ് ഓൾറെഡി ഉണ്ട്. പക്ഷേ കോമ്പറ്റീഷൻ അത്രയും കൂടി. ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് പാട്ട്, ഹിന്ദി പാട്ട്, ശ്രീലങ്കൻ പാട്ടുകൾ ഭയങ്കര പോപ്പുലറാണ്. കൊറിയൻ പാട്ടുകളാണ്, BTS ആണ്. മലയാളത്തിൽ തന്നെ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ശക്തമായി അങ്ങനെ വേണം. ഒരു രസമുള്ളൂ. പാട്ടുകൾ പലതരത്തിലുള്ള ഉണ്ടാവണം. നമ്മൾ ഒരേ പാറ്റേണിലുള്ള പാട്ടുകൾ അത് ഞാൻ പറയാം. ഇപ്പോഴും മലയാളിക്ക് പഴയ തരംഗിണി ഗാനങ്ങളോടുള്ള അത് മറക്കാൻ പറ്റില്ലാത്തൊരു ഒരു ബെസ്റ്റ് കാലം തന്നെയാണത്. അങ്ങനത്തെ പാട്ടിൽ എനിക്ക് അത്തരം പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. അത്തരം പാട്ടുകൾ എഴുതാനും ഒരുപാട് ഇഷ്ടം. അപ്പോൾ പറ്റുമ്പോഴൊക്കെ അങ്ങനത്തെ ഇത് കിട്ടിയാൽ ഏറ്റവും നല്ല ഇത് എഴുതാൻ ശ്രമിക്കാറുണ്ട് എപ്പോഴും. പിന്നെ ഇതും ഭയങ്കര ഇഷ്ടമായി. ഇവർ പറഞ്ഞ പോലത്തെ ഇപ്പോൾ സ്വപ്നം ഒരു ചാക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായ എന്താ പറയുക ആക്സെൻറ്റുകളും ഭയങ്കര കുഴപ്പിക്കുന്ന രീതിയിലുള്ള ട്യൂണുകളുണ്ട്. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. എഴുതാൻ എനിക്ക് ത്രില്ല് വന്നെങ്കിൽ അങ്ങനെയൊക്കെ വന്ന നോർമലായ ചിലപ്പോൾ ത്രില്ല് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഒരു ത്രില്ല് വന്നാലേ എനിക്ക് ഒരു ഇതിലെഴുതാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഞാൻ ഒരുപാട് എഴുതിയിട്ടുണ്ട് അങ്ങനത്തെ അത്തരത്തിലുള്ള പാട്ടുകൾ. മലയാളത്തിലെ രസമാണ് അങ്ങനത്തെ പാട്ട് എഴുതുമ്പോൾ. ഈ പറയുന്ന കുറച്ച് സ്പീഡായിട്ടുള്ള വാക്കുകൾ അല്ല അത് അങ്ങനെ
അതാണ് നമുക്ക് സ്വതസിദ്ധമായി വരുന്ന ഒരു കാര്യം. അപ്പൊ അത് വൃത്തിയായിട്ട് ചെയ്യാന്നുള്ളതാണല്ലോ പിന്നെ ഒന്ന് കേട്ടാലോ ഏതെങ്കിലും ഒരു പാട്ട്. പാട്ടുകാരൻ കൂടി അതെ, അതുകൊണ്ട് പിന്നെ പാടിക്കണം. രണ്ടുപേരും പഠിക്കണം. ആദ്യത്തെ മറ്റേ തക തക ചുവടടിത്താളമുണ്ട് തകൃതിയിലടപ്പുകൾ ഉറപ്പിച്ച് കലി പടനിലമടിമുടി പിറപ്പിച്ചിട ജയത്തിന്റെ കൊടി പറത്തിയിടണം ചുടുനിടമട പൊഴിക്കാതെ ഇരു കഥയിലും ഇതുവരെ ജയമില്ല ചിരമ. ഞാൻ കുറെ ഓർത്തിരിക്കും. ഇതെനിക്ക് സ്റ്റേജ് എത്ര വർഷമായി? 10-13 വർഷമായി. ചുടുനിടമട പൊഴിക്കാതെ ഒരു കഥയിലും ഇതുവരെ ജയമില്ല ശിര. ഫോൺ നോക്കാതെ നമ്മൾ പാടില്ല. തെറ്റിയെന്ന് വെച്ചാൽ നമ്മൾ കുഴപ്പമൊന്നുമില്ല. ഇത്രയും മത്സരമൊന്നുമല്ലോ. ഈ വരിയൊക്കെ ഓർത്തിരിക്കണമെങ്കിൽ തന്നെ 11 വർഷം മുമ്പ് പാടിയത്. അതെ അതെ. പാടി വെച്ചപ്പോ അത്ര മുന്നേ പാടിയത് നേരെ ഇറങ്ങി 2013 ശരിയാണ്, ആ സമയത്ത് പാടി. സിനിമയിലാണുള്ളത്. പക്ഷെ അത് ഭയങ്കര രസമാണ് ആ സാഹചര്യത്തിൽ. അത് ഓടുമ്പോ അതിന്റെ ആ ഇത് രാവിലെ തൊട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നത്. രാവിലെ തൊട്ട് തക 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 തകത്താറ് ഇത് പ്ലേ ചെയ്യും അൽഫോൺസ്. എല്ലാവരും ഇത് കേട്ട കഴിക്കണത്. ഇത് ഒന്നുമില്ല, തരത്തര ഇത് കേട്ടിട്ട് ഭ്രാന്ത് ഒന്ന് ഓഫ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവസാനം വാക്കുകൾ വന്നപ്പോ ആണ് ഇത് ഇവർക്ക് മനസ്സിലാവണില്ല. ഇത് എന്തത് സംഭവം എന്ന് പറഞ്ഞാൽ ചക 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 ചക്കാന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് ഇത് നിനക്ക് മനസ്സിലാവണമെന്ന് ചോദിച്ചിട്ട് ഞാനാണ് ഇതിയുടെ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ അർത്ഥം. ഇങ്ങനെയാണെന്ന് അർത്ഥം എന്ന് പറയുമ്പോൾ എനിക്കിതൊക്കെ മനസ്സിലാവും എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് ഒരു ശക്തമായ സാഹിത്യ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നതിൻ്റെ ഇതായിരിക്കും. ഞാൻ മലയാളം തന്നെ പഠിച്ചിട്ടില്ല. എനിക്ക് വൃത്തവും അലങ്കാരവും ഒന്നുമില്ല. സംസ്കൃതവും ഹിന്ദിയും ആയിരുന്നു. ഇതൊന്നുമില്ല. അപ്പൊ ആ ഒരു മറ്റേ എന്താ പറയുക, ഒരു ജനറ്റിക്കലി കിട്ടിയ ഒരു ഇതുകൊണ്ട് മാത്രമാണ് അതൊക്കെ അന്ന് സംഭവിച്ചു പോയത്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നുള്ളത് പിന്നീടാണ് പ്രേമത്തിന് ശേഷമാണ് മനസ്സിലായത്. ഒരു ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞൊരു കാര്യം കൂടി ഇതിൻ്റെ അകത്തുണ്ട് മുമ്പോട്ട് പോകുമ്പോൾ എന്നുള്ളത്. ഒബ്സർവേഷൻ ഭയങ്കര വലിയ പ്രധാനമാണ്. ഇല്ലെങ്കിൽ ഇലൂമിനാറ്റി എന്ന് പറഞ്ഞ വാക്കുണ്ടായിട്ട് എത്ര വർഷമായി? ഏത് നൂറ്റാണ്ടിലുണ്ടായതാണ് അത്? നമ്മൾ ഇന്നെടുത്ത് ഇത്രയും കാലമായിട്ട് അത് വേറെ ലാംഗ്വേജിൽ വന്നിട്ടുണ്ടാവുമായിരിക്കും. ലൂസിഫറിലാണ് സാധാരണ ആൾക്കാരൊന്നും ഉപയോഗിക്കാൻ തുടങ്ങി. ഇംഗ്ലീഷിലൊക്കെ വന്നിട്ടുണ്ട്. ഇംഗ്ലീഷില് പാട്ടുകളിൽ ഉണ്ട്. ഇലൂമിനാറ്റി അവരുടെ എന്തോ സോങ്ങുകൾ തന്നെ ഉണ്ട് ആ ഗ്രൂപ്പിന്റെ തന്നെ. ഓ അങ്ങനെ വേറെ ലെവല്. ഞാൻ മറ്റേ തുടക്കം മാംഗല്യം എഴുതിയപ്പോഴും ഇതൊക്കെ കേട്ടു. അതെ അതെ, തുടക്കം മാംഗല്യം തന്തു എന്താ അതിന്റെ അർത്ഥം എന്നൊക്കെ നമ്മള് ആ സിനിമയ്ക്ക് വേണ്ടി എഴുതിയതല്ലേ. അതെ അതെ. അതുപോലെ കല്യാണ പാട്ടുകൾ ഒരുപാട് സന്തോഷമായിട്ടുണ്ട് ഉണ്ട് അല്ലേ? മറ്റേ പരുടായ മറിയമ്മേ, കുറെ പാട്ടുകൾ ഇപ്പോഴും എഴുതിയില്ല. സ്വർഗം വേണ്ടി ഇപ്പോഴും ഹണീബി, ഏറ്റവും കല്യാണ തലേന്നത്തെ പാട്ടുകളുടെ ഒരു കല്യാണ തലേന്നത്തെ ഏറ്റവും ഇതായിട്ടുള്ള പാട്ട് എന്നുള്ള ഈ തുടക്കം മാംഗല്യം പാടുന്നവർക്ക് അറിയില്ല എന്താ അതിന്റെ മീനിങ് പറഞ്ഞേക്കണെന്നുള്ളത്. പക്ഷെ അത് പലപ്പോഴും കല്യാണ സ്ഥലങ്ങളിൽ പാടുമ്പോൾ ഞാനത് ഇവരിത് അറിഞ്ഞിട്ടാണോ പാടുന്നത്, എന്താ ഈ പാടുന്നത് എന്നുള്ളത് അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടല്ലോ. തന്തുതാനാണ്. പക്ഷേ പിന്നെ കേട്ടോ, നീ കേട്ടോ, ഈ കൂട്ടിൽ പെട്ടാൽ പിന്നെ നീലാകാശം ഇതൊരു വാണിംഗ് ആണത്. അല്ല, അത് ആ സിനിമയുടെ കൃത്യമായിട്ട് എനിക്ക് എൻ്റെ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഇതാണ് അതിന്റെ കണ്ടന്റ് വേണ്ടതെന്നുള്ളത്. അപ്പൊ എനിക്ക് വളരെ എളുപ്പം, എനിക്ക് ഒരു വെട്ടും തിരുത്തുമില്ലാതെ എഴുതിയ പാട്ടാ, ഒറ്റ എഴുത്ത് ഓക്കെ ആയി. പക്ഷേ ഞങ്ങൾ ഇതിനാണെന്ന് കുഴങ്ങിയത്, ഈ പറഞ്ഞ ഹുക്ക് പിടിപ്പിക്കാൻ. ഈ തുടക്കം മാംഗല്യം എന്ന സാധനം എനിക്ക് എഴുതിയിട്ട് എനിക്ക് അങ്ങനെ തൃപ്തിയാവണില്ല. നമ്മൾ ഗോപി എന്തെങ്കിലും ഒരു ത്രെഡ് വരാൻ പറഞ്ഞിട്ട് ഗോപി ചേട്ടാ ഞാൻ ഉദ്ദേശിച്ച ഇപ്പൊ മാംഗല്യം തന്തുനാനേന അതാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു മീറ്റർ. അത് മതി, അത് ബെസ്റ്റാണ്. അപ്പൊ അത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടി. അടുത്ത വരി ഞാൻ അപ്പൊ തന്നെ പൂരിപ്പിച്ചു, വെറുതെ വാക്കുകൊണ്ട് പൂരിപ്പിച്ചിട്ടാണ് എഴുതിയത്. അപ്പൊ തന്നെ അത് ഇത് ചെയ്തു. അപ്പൊ ഞങ്ങൾക്ക് തോന്നി ഇതിനി ഇനിയാണ് അതിന്റെ, അല്ലെങ്കിൽ വെറുതെ, അല്ലെങ്കിൽ ആ ഇതില്ലെങ്കിൽ ആ പാട്ടിലപ്പോ വെറുതെ പോയാണ്. ഇത് വന്ന് വീണപ്പോഴാണ് ആ പാട്ടിന് ഇത് വെച്ചത്. അതെ, അതാണ് ഏറ്റവും കൂടുതൽ സംഭവിച്ച സംഭവം. ഏറ്റവും ആ ഒരു മൊമെന്റ് അത്രേ ഉള്ളൂ. ആ വാക്ക് തന്തുദാനം നമ്മള് സംസ്കൃതത്തിൽ പറയുന്ന നാനേനാണോ? നാനേന തന്നെയല്ലേ. പിന്നെ ജീവിതം ധും തനാനേന എന്റെ മറുവാക്ക്. കല്യാണപ്പാട്ട് പിന്നെ ചോലപ്പെണ്ണ് പിന്നെ അങ്ങനെ ഒരു പാട്ടായിട്ട് കൂട്ടാൻ പറ്റില്ല അല്ലെ? കല്യാണത്തിന് തലേന്നത്താന്ന് പറയാം. ദുഃഖമുള്ള പാട്ടാണ്. കല്യാണം മുടങ്ങി പോകുമ്പോഴാണ്. ശബരീഷേട്ടൻ അങ്ങനെ കല്യാണ പാട്ടില്ല. എനിക്ക് അതേപോലെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കല്യാണ പാട്ട് എഴുതാൻ ആഗ്രഹമാണ്. പിന്നെ എനിക്ക് ഇത് മനുവിനോട് ഭയങ്കര ഇതാണ് മറ്റേ തിരുവാമണി രാവ്. കാരണം ഓണം വരുമ്പോ ആ പാട്ടെല്ലാം പ്ലേ ചെയ്യും. അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടില്ല. അങ്ങനെ ഒരു ആഗ്രഹമാണ്. പിന്നെ നഴ്സറി റൈം ഈ അടുത്ത കാലങ്ങളിൽ പഴയ പാട്ട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓണപ്പാട്ട് ശ്രീമാനന്ദ മിസാറിന്റെ പാട്ടിലായിരിക്കും ഏറ്റവും കൂടുതൽ ഓണപ്പാട്ടുകൾ. ഏറ്റവും ഓണപ്പാട്ടിലേക്ക് സിനിമ ഓണപ്പാട്ടിലെല്ലാം സാറിന്റെ പാട്ടിലായിരിക്കും. മറ്റുള്ളവരുടെയൊക്കെ അപൂർവമേ ഉള്ളൂ, ഉണ്ടെങ്കിൽ പോലും അല്ലെ ഏറ്റവും കൂടുതൽ പാട്ടുകളാണ്. നമ്മളോടിപ്പോ ചോദിച്ചാൽ തിരുവാവണി രാവാണ് ആദ്യം ഓർമ്മ. അത് ഈ ജനറേഷന്റെ ഒരു പാട്ട്. അങ്ങനെ ഒരു സിനിമയിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒത്തു വന്ന് എല്ലാം കൂടെ ഒരു ഫാക്ടറാണ്. അതെ അതെ, അതാണ് ഓണാഘോഷം എന്നുള്ളത്. K4 കല്യാണം പിന്നെ പറഞ്ഞല്ലോ ഒരു കല്യാണ പാട്ടായില്ലേ. കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഞാൻ അവിടെ വീട്ടിൽ പോയപ്പോഴാണ് പറയുന്നത് ഇവിടത്തെ മറ്റേ
സ്പീക്കറുകളിലും സ്പീക്കർ വെച്ച് വന്ന വണ്ടികളിലൊക്കെ ഇപ്പൊ കൃഷ്ണ 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 അതല്ല കോമഡി പാട്ടാണ്. ഇതല്ല ഉദ്ദേശിച്ചിരിക്കണെന്നൊക്കെ. മാംഗല്യത്തിന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു പദം കേൾക്കുമ്പോ അത് അതിനെ അതിന്റെ ഓണം എന്ന് പറഞ്ഞാൽ ബാക്കി ഒന്നും ശ്രദ്ധിക്കുന്നില്ല. കൃഷ്ണനാണല്ലോ. അതൊന്നും ശ്രദ്ധിച്ചിട്ട് തന്നെയല്ല. കൃഷ്ണൊക്കെ പ്ലേ ചെയ്യാണ് മറ്റേ. അപ്പൊ ഇത് ഈ അപ്പൊ അവിടെ വരുമ്പോ അവരെന്തായിരിക്കും അത് ആ ലൈൻ ആയിരത്തി പാടി പാടി വരുമ്പോ 4 അവര് പ്ലേ ചെയ്യുന്നുള്ളത്. ഓ. ബാക്കി അനൗൺസ്മെന്റ് കത്താൻ പേച്ചായിരിക്കും. ശ്രദ്ധിക്കുക നാളെ ഇതാണെന്ന് പറഞ്ഞിട്ട് കൃഷ്ണ കൃഷ്ണ വീണ്ടും ഈ ലൂപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭജനകാരെ കണ്ടിട്ടില്ലേ? ആ ഒരു ഭജന അവര് കുറച്ച് ലൈനൊക്കെ മാറ്റിട്ടാ പാടെല്ലാം. അവരെനിക്ക് അയച്ചു തന്നു ഈ വാക്കുകളൊക്കെ ഞാൻ തന്നെ മാറ്റി തരാൻ പോകുന്നു അവർക്ക് ഭജനയായിട്ട് പാടാൻ വേണ്ടിട്ട്. നിങ്ങൾ തന്നെ മാറ്റി പാടിക്കോളാൻ പറഞ്ഞു. മറ്റേ കാത്തിരുന്ന പെണ്ണല്ലേലെ എന്താ അവര് ആ മറ്റേ മനോഹരി മാറ്റി പാടുന്ന അലക്സ് അത് മനോഹരി രാധ മനോഹരി രാധെ വെച്ചിട്ട് അവര് കൊറേ വേറെ ഏതൊക്കെയോ പാട്ടുകൾ അങ്ങനെ പാടുന്നുണ്ട്. ലൈലാഗമേ എന്നുള്ള വാക്ക് പെട്ടെന്ന് കേൾക്കുമ്പോ ഒരു ഓർത്തഡോക്സ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാൾ ലൈലാഗമയോ എന്താണത്? അല്ല എന്താണെങ്കിലും അത് അതിനൊരു ഒരു തനിമയുണ്ടല്ലോ. അതാണ് അത് മനസ്സിലാക്കുന്നതാണ് ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇതൊക്കെ വർക്കാവും. പ്രേമത്തിന്റെ കഥ എന്താണ്? അതിപ്പോ അമ്പുക്കയ്ക്ക് കത്തിയത് കൊണ്ട് അന്ന് പടമായി. ഇല്ലെങ്കിൽ ഇത് ഇന്നും ആ കഥയില്ലല്ലോ. പ്രത്യേകിച്ച് മൂന്ന് സാഹചര്യങ്ങളല്ലേ ഉള്ളൂ. അതെ അതെ അത്രേ ഉള്ളൂ. അത് ആ കറക്റ്റ് ആയിട്ടുള്ള ആൾക്ക് കത്തണം എന്നുള്ളതാണ്. അത് പാട്ടിലും അങ്ങനെ തന്നെ സിനിമയുടെ ഒരു അവസ്ഥ അതാണ്.